ഒരു സാധാരണ ബിസിനസ്സുകാരൻ എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കരുത്തരായ മനുഷ്യരെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയത്? വിമാനങ്ങളും ആഡംബര കൊട്ടാരങ്ങളും സ്വന്തമായിരുന്ന ജെഫ്രി എപ്സ്റ്റീൻ അവിടങ്ങളിൽ മറച്ചുപിടിച്ച ഭീകരമായ സത്യങ്ങൾ എന്തായിരുന്നു? ഇപ്പോൾ പുറത്തുവന്ന 4500-ൽ പരം പേജുകളുള്ള കോടതി രേഖകൾ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ജെഫ്രി എപ്സ്റ്റീൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായിരുന്നു. എന്നാൽ അയാൾക്ക് പണത്തേക്കാൾ കൂടുതൽ താല്പര്യം നെറ്റ്വർക്കിങ്ങിനോടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വൻ ശൃംഖല തന്നെ അയാൾ കെട്ടിപ്പടുത്തു. ന്യൂയോർക്കിലെ കൊട്ടാരം മുതൽ കരീബിയൻ കടലിലെ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപ് വരെ ഇതിനായി ഉപയോഗിച്ചു. ഇതിനെ ലോകം പിന്നീട് വിളിച്ചത് പാപികളുടെ ദ്വീപ് അഥവാ സിൻ ഐലൻഡ് എന്നാണ്. ലോലിത എക്സ്പ്രസ് എന്ന തന്റെ വിമാനത്തിലാണ് അയാൾ VVIPകളെ ഈ ദ്വീപിലേക്ക് എത്തിച്ചിരുന്നത്. എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനമായ ബോയിങ് 727നെയാണ് ഈ പേരിൽ വിളിച്ചിരുന്നത്. വ്ളാഡിമിർ നബക്കോവിന്റെ ലോലിത എന്ന പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ പേര് വന്നത്. ഈ നോവൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടുള്ള ഒരു മധ്യവയസ്കന്റെ ആസക്തിയെക്കുറിച്ചുള്ളതാണ്. ലോക നേതാക്കളും ബിസിനസ് വമ്പന്മാരും രഹസ്യമായി യാത്ര ചെയ്തിരുന്ന ആ ആഡംബര വിമാനത്തിൽ നടന്നത് ആരും വിശ്വസിക്കാത്ത കാര്യങ്ങളായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തന്റെ ദ്വീപിലേക്ക് കടത്താൻ അയാൾ ഉപയോഗിച്ചത് ഈ വിമാനമായിരുന്നു. ഈ വിമാനത്തിൽ യാത്ര ചെയ്തവരുടെ പട്ടികയാണ് ഇപ്പോൾ ലോകത്തെ വിറപ്പിക്കുന്നത്. പ്രശസ്തരായ രാഷ്ട്രീയക്കാർ മുതൽ ശാസ്ത്രജ്ഞർ വരെ ഈ വിമാനത്തിലെ സ്ഥിരം യാത്രക്കാരായിരുന്നു. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഇമെയിലുകൾ പുറത്തു വന്നതിന് ശേഷം അവയിൽ ഉപയോഗിച്ച ചില വാക്കുകൾ വലിയ ചർച്ചയായി. ഈ വാക്കുകളെയാണ് പലരും കോഡ് വേർഡ്സ് എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. ഇമെയിലുകളിൽ പിസ്സ, ചീസ്, മസാജ്, സ്കൂൾ ഗേൾ പോലുള്ള സാധാരണ വാക്കുകൾ വളരെയധികം തവണ കാണപ്പെട്ടു. ഈ വാക്കുകളെല്ലാം തന്നെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നവയാണ്. എന്നാൽ ജെഫ്രി എപ്സ്റ്റീൻ കുറ്റകൃത്യങ്ങളും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അയാളുടെ മെയിലുകളിൽ വരുന്ന വാക്കുകൾക്ക് മറഞ്ഞ അർത്ഥമുണ്ടാകാമെന്ന് എല്ലാവരും സംശയിച്ചു. എപ്സ്റ്റീൻ മരിച്ചെങ്കിലും അയാൾ അവശേഷിപ്പിച്ചുപോയ ആ ലിസ്റ്റുകൾ ഇന്നും ലോകത്തെ വമ്പന്മാരെ ഭയപ്പെടുത്തുന്നുണ്ട്. നിയമവ്യവസ്ഥയുടെ കണ്ണുവെട്ടിച്ച് ഇത്രയും കാലം അയാൾക്ക് എങ്ങനെ ഇത് തുടരാൻ കഴിഞ്ഞു എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന് കരുതുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഫയലുകൾ.